ഷാനൈഡീൻ്റെ ഒപ്പം സി എസ് കയറ്, എന്നിട്ട് അയാളുടെ റാങ്ക് കുറയ്ക്കാൻ നിങ്ങളുടെ ഒപ്പം കളിക്കാണ്ട് ഒറ്റ കളി. എന്നാ ഒരു ഗ്യാങ് അങ്ങ് തുടങ്ങിക്കൂടെ? എന്താണല്ലോ ഫുള്ള് അവതാരം അപരാധം എന്നാണ് ഉദ്ദേശിച്ചത്. അല്ലടാ, ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഗ്യാങ് ആർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനകത്ത് കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്യണം. ലൈക്ക് നമ്മൾ ഒന്നാമത് ഒരു ഗ്യാങ്ങിനെ റെസ്പോൺസിബിളായിട്ട് ലീഡ് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നു, മറ്റൊന്നില്ലേ? അത് ഭയങ്കര പാടാണ്. എനിക്ക് ഈ ഉത്തരവാദിത്തങ്ങളൊന്നും എനിക്ക് എൻ്റെ തലയിൽ വെക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതെന്ത് ചെറുതോ വലുതോ ആയിക്കഴിഞ്ഞാലും എൻ്റെ തലയിൽ ഇരുന്ന ഇങ്ങനത്തെ പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര പാടാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ കഴിയുന്നതും ഞാൻ ഇതിനകത്ത് നിന്നെല്ലാം ഒഴിഞ്ഞു മാറി പോകാനേ ശ്രമിക്കാറുള്ളൂ. കാരണം എനിക്ക് ഈ ഉത്തരവാദിത്തം തലയിലെടുത്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ഇഷ്ടപ്പെടാത്ത സംഭവങ്ങൾ വേറൊന്നുമില്ല, മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാനീ പറഞ്ഞ പോലെ ഗ്യാങ് എന്നുള്ളത് നമ്മൾ വേറെ അബുവിൻ്റെ അടുത്ത് തലയിലിട്ട് കൊടുത്തിട്ട് ഞാൻ നൈസിനെ സ്കൂട്ടായത്. അല്ലാതെ സമയം ഉണ്ടാവാഞ്ഞതുകൊണ്ട് മാത്രമല്ല, അതുണ്ട്, ഒരു റീസൺ ഉണ്ട്. പക്ഷേ അത് മാത്രമല്ല, നമുക്കൊരു താല്പര്യം കൂടെ വേണമല്ലോ. നമുക്ക് താല്പര്യമില്ലാതെ നമ്മളൊരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ അത് ബോറാവും, മനസ്സിലായില്ലേ? നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ അത് നമ്മൾ താല്പര്യത്തോടെ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ബോറാവും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ പോലെ നമ്മൾ കുറേ കാലമായില്ലേ ഈ എന്താ പറയുക, സെയിം സെറ്റ് ഓഫ് സാധനം ചെയ്യുന്നു സെയിം ആൾക്കാരുടെ കൂടെ. അപ്പോൾ സിറ്റിസനാകുന്ന സമയത്ത് നമുക്കൊരു ഗ്യാങ്ങോ അല്ലെങ്കിൽ ഒരു പ്ലെയറോ അല്ലെങ്കിൽ വേറൊരാളെടുത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ ഒരു റൈവലറിയോ അല്ലെങ്കിൽ അങ്ങനെ വേറെ രീതിയിലുള്ളൊരു സംസാരമോ വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്ക് ആരെ കൂടെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോയിട്ട് മിങ്കിൾ ചെയ്യാം, ഇടപഴകാം. ഈ ഗ്യാങ്ങിനകത്തൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു സിനേരിയോ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരോ അല്ലെങ്കിൽ അവരുടെ ടീമിലുള്ള ആൾക്കാരോ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന രീതികൾ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്നും എനിക്ക് ഇങ്ങനെ കാണാൻ താല്പര്യമില്ല, പറഞ്ഞില്ലേ? നമുക്ക് എല്ലാവരുടെ അടുത്തും മിങ്കിൾ ചെയ്യുക, സംസാരിക്കുക, ചില്ല് ചെയ്യുക. നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങനെ വെറുതെ ഫണ്ണി റോബറി സ്കാമിങ് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ചാടിത്തുള്ളി നടക്കുക, അതൊക്കെയാണ് എനിക്കിഷ്ടം, മനസ്സിലായില്ലേ? അതാകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. വെറുതെ കയറുക, ചില്ലാവുക, പൊളിക്കുക, അത് തന്നെ. ആ ഒരു മൈൻഡിലാണ് ആർ പി എന്നല്ല ഏത് ഗെയിമായാലും. ഞാനിപ്പോൾ ഈ വാലറൻ്റ് തന്നെ ഒരിടയ്ക്ക് വെച്ചിട്ട് ഞാൻ റാങ്ക് പുഷിംഗ് എല്ലാം നിർത്തിയതിൻ്റെ റീസൺ അതാണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കാൻ തുടങ്ങി, മനസ്സിലായില്ലേ? കളി പൊട്ടുന്നു, ദേഷ്യം വരുന്നു, ട്രിഗറാവുന്നു. നമ്മളെന്തിനാണ് ഒരു ഗെയിം കളിക്കുന്നത്? നിങ്ങൾ ആദ്യം ആ ഒരു ഇതിനകത്തുനിന്ന് ചോദിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെന്തിനാണ് ഗെയിം കളിക്കുന്നത്. നമ്മൾ വെറുതെ നമ്മുടെ ഫ്രീ ടൈം ഫണ്ണാക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്നു, മനസ്സിലായില്ലേ? ഇപ്പോൾ എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ട്രീമിങ്ങിൻ്റെ റവന്യൂ വെച്ചിട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോകേണ്ട ഒരു ഘട്ടത്തിലല്ല ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് ഒരു പാഷനാണ്, എനിക്കൊരു താല്പര്യം, ഒരു ഇൻട്രസ്റ്റ്, ഒരു ഹോബി എന്നുള്ളൊരു സംഭവം ഉള്ളത്. പിന്നെ ഇതിനകത്ത് നിന്നുള്ള റവന്യൂ വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഒരു പ്ലസ്, ഒരു ബോണസ് എന്ന് പറയുന്ന പോലെ, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ സ്ട്രീം ചെയ്തുകൊണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്യണം എന്നുള്ളൊരു പോയിൻ്റിൽ നിന്നൊക്കെ നമ്മൾ കുറേ മുന്നോട്ട് പോയി, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ ആ ഒരു ഇതിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഗ്യാങ് നിർത്തുക, അല്ലെങ്കിൽ ആർ പി പറഞ്ഞ പോലെ ഇങ്ങനെ ഉഴപ്പി നിർത്തി ഇങ്ങനത്തെ കളിയൊന്നും ഞാൻ കളിക്കില്ലായിരുന്നു, മനസ്സിലായില്ല? അത് വേറെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് അല്ല അത്. ആനന്ദം ഇല്ലടാ, ഇല്ല, നോണോ, അതെല്ലാം ലോങ് ഗോൺ, അതിൻ്റെ ടൈമെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ അതാണ്ട് ഇനി ഒരു 5-6 മാസത്തിൽ GTA 6 വരും. ഈ GTA 6-ലാണ് കളികൾ മൊത്തം. GTA 6-ൻ്റെ ഓൺലൈൻ അല്ലെങ്കിൽ GTA 6-ൻ്റെ ബാക്കി പരിപാടികൾ അല്ലെങ്കിൽ വരുന്ന പുതിയ ഗെയിമുകൾ, അങ്ങനെ മൂവ് ഓൺ ചെയ്യുക, മനസ്സിലായില്ലേ? കമ്മ്യൂണിറ്റി ഗ്രോ ആവണ്ടേ? നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഇതിനകത്തൊരു പൊട്ടക്കിണറ്റിൽ തവളാനെ മാതിരി നമ്മളിങ്ങനെ വെറുതെ ഒരു ഇതിനകത്ത് തന്നെ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ. അത് നിങ്ങൾക്കും കൂടെ ഒരു ബോധം വരണം, ലൈവ് കാണുന്ന എല്ലാവർക്കും കൂടെ ഒരു ബോധം വരണം. കാരണം എല്ലാ കാലവും ഈ GTA RP ഒന്നും ഉണ്ടാവില്ല. ക്രിയേറ്റേഴ്സ് മൂവ് ഓൺ ചെയ്യും, വേറെ ഗെയിമുകളിലേക്ക് പോകും. കാരണം അവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ പുതിയ ഗെയിമുകൾ കളിക്കണം, പുതിയ സാധനങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. അല്ലാതെ എല്ലാ കാലവും GTA RP മാത്രം കളിക്കാം എന്നൊന്നും ആരും ഇത് പറയുന്നില്ലല്ലോ. അടുത്ത പുതിയ ഗെയിം വരുമ്പോൾ അതിലേക്ക് പോകും, അങ്ങനെ. സൽമാൻ അത്രയുള്ളൂ. അല്ല, ഞാനിപ്പോൾ ഒരു ഇത് പറഞ്ഞതാണ്, ലൈക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഗ്യാങ് RP കളിക്കാത്തതെന്നുള്ളത്. കാരണം എനിക്കത് ഒരു സുഖം തോന്നുന്നില്ല, മനസ്സിലായില്ലേ? ഭയങ്കര ആവശ്യമില്ലാത്തൊരു പ്രഷറാണ്. നമ്മളിങ്ങനെ സിറ്റി കയറുമ്പോൾ അടുത്ത് ഇനിയിപ്പോൾ എവിടെ നിന്ന് വള്ളി വരും, അല്ലെങ്കിൽ എവിടെ സീന് വരും, അടുത്ത അടി പൊട്ടുന്ന എവിടെയായിരിക്കും, പിന്നെ ട്രിഗറാവും, സിറ്റുവേഷൻ ടോക്സിക് ആവും,
മനസ്സിലായില്ലേ? നമ്മൾ ഈ ഗെയിം കളിക്കുന്നത് ഫ്രീ ടൈം ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഹാപ്പി ആകാൻ വേണ്ടിയിട്ട് കളിക്കുമ്പോൾ ആ ഗെയിം തന്നെ നമുക്ക് ഒരു മെൻ്റൽ പ്രഷർ, ഒരു ന്യൂസൻസായി മാറുന്ന സമയത്ത് ദാറ്റ് ഈസ് നോട്ട് എ ഗെയിം എനിമോർ. അതൊരു ഗെയിമല്ല, മനസ്സിലായില്ലേ? അത് വേറെന്തോ ആയി മാറിക്കഴിഞ്ഞു. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു സാധനം ഒരിക്കലും ഒരു ഗെയിമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് വേറെന്തോ ഒരു സാധനമായി മാറിക്കഴിഞ്ഞു, മനസ്സിലായില്ലേ? ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു സാധനമായി മാറിക്കഴിഞ്ഞു. അതിപ്പോൾ ഏത് ഗെയിമായാലും. എനിക്ക് പണ്ട് വാലറൻ്റ് അങ്ങനെയായിരുന്നു. പിന്നെ ഈ ഗ്യാങ് ആർ പി എന്നുള്ളൊരു സീനും എനിക്ക് അങ്ങനെ ഇടയ്ക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വളരെ പണ്ട് കൗണ്ടർ സ്ട്രൈക്ക് ആയിരുന്നു എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം. കൗണ്ടർ സ്ട്രൈക്ക്, CSGO, അയ്യോ ഒമ്പ സീനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ CS നിർത്തി വേറെ ഗെയിമിലേക്ക് പോയത്. ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഞാൻ ലൈവ് തന്നെ തുടങ്ങിയത്, മനസ്സിലായില്ലേ? PUBG മൊബൈൽ കളിച്ച് തുടങ്ങിയത്. പിന്നെ ഹാക്കേഴ്സ് കാരണം അത് നിർത്തി. പിന്നെ GTA കയറി, GTA പറഞ്ഞ പോലെ ബോറടിച്ച് നിർത്തി. അങ്ങനെ ആ ഒരു, മനസ്സിലായില്ലേ? ആ ഒരു ഫ്ലോ, അങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. അനന്തു പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഉണ്ടാവും. അതറ ചെയ്യാം. ഞാൻ ചെയ്യും. നമ്മൾ ഇടയ്ക്ക് ഇതേപോലെ ചില്ല് ചെയ്യാൻ വേണ്ടി കയറുമല്ലോ.